Hello students, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൻറീസ് ലോ ആണ് ഡിസ്കസ് ചെയ്തത്. The next is a very important law that is called Raoult's law. Here we are taking, first of all, we are taking a solution of solid in liquid. A solid is added to a liquid. For example, salt. I am taking a beaker and I am taking water and adding salt or sugar into this. So now this is a salt solution. So this is a solution of a solid salt in liquid water. അപ്പോൾ ആ സമയത്ത് നമ്മളിത് ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വേപ്പേഴ്സ് ഇവിടെ ഫോം ചെയ്യും. വേപ്പേഴ്സ് ആർ ഫോംഡ്. അപ്പോൾ അവിടെ ഒരു വേപ്പർ പ്രഷർ ഉണ്ട്. ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടേക്കൺ ആസ് P1. This P1 is the vapor pressure of the solvent after the addition of a solute, and that solute is non-volatile. Solid ആണല്ലോ ആഡ് ചെയ്തത്. സോളിഡ് വോളറ്റൈൽ അല്ല, ഇവാപ്പറേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് വാട്ടറിൻ്റെ വേപ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്യുവർ വാട്ടർ എടുക്കുകയാണ്. ബിഫോർ ദ അഡീഷൻ ഓഫ് സാൾട്ട് പ്യുവർ വാട്ടർ എടുത്തു. ആ പ്യുവർ വാട്ടറിലും ഇതേപോലെ വേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ this is pure solvent. The first one, this is pure solvent and this is solution. അപ്പോൾ ഈ സൊല്യൂഷനകത്ത് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ടുള്ള വേപ്പർ പ്രഷറാണ് P1. അതേപോലെ തന്നെ ഈ സോൾവെൻറ്റിനകത്ത് പ്യുവർ സോൾവെൻറ്റിനകത്ത് ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, ദാറ്റ് ഈസ് P10. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു റൗൾട്ട്സ് ലോ P1, that is the vapor pressure of the volatile component of the solvent in this case, is directly proportional to the mole fraction of the solvent. ആ സോൾവെൻറ്റിനകത്തുള്ള മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ആൻഡ് വിൽ റൈറ്റ് P1 is equal to P10 into Chi1. ഇവിടെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. P1 is the vapor pressure of the solvent, of the volatile component in the solution, and P10 is the vapor pressure of pure solvent and Chi1 is the mole fraction of the solvent. So ഇനിയിപ്പോൾ രണ്ട് വോളറ്റൈൽ കമ്പോണൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും വോളറ്റൈൽ കമ്പോണൻറ്റ്. അപ്പോൾ അവിടെ രണ്ടും ഇവാപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡാണ്. അപ്പോൾ അവിടെ ഒരു P10 ഉണ്ടാവും, ഒരു P20 ഉണ്ടാവും. ദീസ് ആർ ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് പ്യുവർ കമ്പോണൻറ്റ്, അതായത് സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും. അതേപോലെ തന്നെ അവിടെ ഒരു P1 ആൻഡ് P2 ഉണ്ടായിരിക്കും. ദിസ് ഈസ് ആഫ്റ്റർ ദ മിക്സിംഗ് ഓഫ് ദ സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. അപ്പോൾ അക്കോർഡിംഗ് ടു റൗൾട്ട്സ് ലോ, as in the former case, P1 is proportional to Chi1 and P1 is equal to P10 into Chi1, and P2 is proportional to its mole fraction Chi2 and P2 is equal to P20 into Chi2. അപ്പോൾ ആ ഒരു സൊല്യൂഷനകത്ത് സപ്പോസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത്, ഇൻ ദിസ് കേസ് നമ്മൾ ആഡ് ചെയ്തത് ഒരു ലിക്വിഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ P1 ഉണ്ടാവും, P2 ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു P ടോട്ടൽ ഉണ്ട്. ദാറ്റ് P ടോട്ടൽ is equal to P1 plus P2 ആണ്. അതായത് രണ്ടിൻ്റെയും വേപ്പേഴ്സ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സമ്മാണ് എടുക്കേണ്ടത്, ആൻഡ് ദാറ്റ് ഈസ് P1 plus P2. അപ്പോൾ അങ്ങനെ P1 plus P2 ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 plus P2, and according to Raoult's law, P1 is P10 into Chi1 and P2 is equal to P20 into Chi2. So we are substituting that P10 into Chi1 plus P20 into Chi2. Okay, this is P total. Okay, and this is the total pressure of the solution according to Raoult's law. The total pressure of the solution is equal to P10 into Chi1 plus P20 into Chi2. Okay, അതിനെ നമ്മൾ ഒരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വേപ്പർ പ്രഷർ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ Chi1 is equal to 1, Chi2 is equal to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു യൂണിറ്റി. അപ്പോൾ ഇവിടെ ഒരു കമ്പോണൻറ്റേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വേപ്പർ പ്രഷർ P10. കാരണം എന്താ, ഇവിടെ സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ Chi1 0 ആണ്, Chi2 1 ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി സമ്മ് 0 ആണ്. അപ്പോൾ ഇവിടെ Chi2 ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ P20. ഓക്കെ, അപ്പോൾ P20 P1-നേക്കാളും കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് വി ജസ്റ്റ് അസ്യൂംഡ് P20 ഈസ് ഗ്രേറ്റർ ദാൻ P10 എന്ന് വെച്ചാൽ ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് മോർ വോളറ്റൈൽ ദാൻ ദ ഫസ്റ്റ് കമ്പോണൻറ്റ്. ജസ്റ്റ് അസ്യൂം ചെയ്തു. അതല്ലെങ്കിൽ ഗ്രാഫ് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് Chi2 0-യിൽ നിന്നും ഇങ്ങനെ കൂടി Chi2 1 ആയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് Chi1 0-യിൽ നിന്നും കൂടി Chi1 1 ആയിട്ടുണ്ട്.
അപ്പോൾ ഏത് സ്റ്റേജിലെടുത്താലും ഇപ്പോൾ ഇവിടുന്ന് കൈ1 ഇങ്ങോട്ട് കുറയാണ്, കൈ2 ഇങ്ങോട്ട് കൂടുകയാണ്, ഏത് സ്റ്റേജിലെടുത്താലും കൈ1 പ്ലസ് കൈ2 എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ കൈ1 കൂടുന്നതിനനുസരിച്ച് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ കൈ1, P1 ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കൈ1. അപ്പോൾ P1 ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൂടുന്നുണ്ട്, P2 കൈ2 ഇങ്ങോട്ടേക്ക് കൂടുന്നതനുസരിച്ച് കൈ2 കൂടുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടിയും സമ്മാണ് പി ടോട്ടൽ P1 പ്ലസ് P2. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. ഇത് സോളിഡ് ലിക്വിഡ് ആണെങ്കിൽ ഒരൊറ്റ ലൈനേ ഉണ്ടാവുള്ളൂ. P1 ഈസ് പ്രപ്പോർഷണൽ ടു കൈ1, അല്ലെങ്കിൽ P2 ഈസ് പ്രപ്പോർഷണൽ ടു കൈ2. ഏതോ ഒന്ന്. അതായത് ഇഫ് യു ആർ ടേക്കിംഗ് വൺ ഫോർ സോൾവെൻറ്റ്, അവിടെ സോൾവെൻറ്റ് മാത്രമാണ് ഫസ്റ്റ് സൊല്യൂഷനിൽ, അതായത് സോളിഡ് ലിക്വിഡ് സൊല്യൂഷനിൽ വോളറ്റൈൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ മാത്രം എടുത്താൽ മതി. ഇവിടെ രണ്ടാളുകളുണ്ട്, രണ്ടും വോളറ്റൈലാണ്, രണ്ടും ലിക്വിഡാണ്, രണ്ടും ഇവാപ്രേറ്റ് ചെയ്യും, രണ്ടിനും വേപ്പർ പ്രഷർ ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ എടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദിസ് ഗ്രാഫ്. Okay, so this is called Raoult's law, and mathematical representation of Raoult's law is P total is equal to P1 0 into Chi1 plus P2 0 into Chi2, and this is the graphical representation. Okay, and according to Raoult's law, the total vapor pressure of this the total vapor pressure of the solution is the sum of what? P total നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? P1 0 ഇൻറ്റു Chi1 പ്ലസ് P2 0 ഇൻറ്റു Chi2. അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ എടുത്തിട്ട് അതിൻ്റെ വേപ്പർ പ്രഷർ തിയറട്ടിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ സൊല്യൂഷനകത്തുള്ള ടോട്ടൽ പ്രഷർ നമ്മൾ ഈക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റൗൾട്ട്സ് ലോ. പിന്നെ അതേ സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിനകത്ത് ഒരു വോളറ്റൈൽ കമ്പോണൻ്റ് ആഡ് ചെയ്തു, അതിനകത്ത് മറ്റൊരു വോളറ്റൈൽ കമ്പോണൻറ്റും ആഡ് ചെയ്തു. അവിടെ ആദ്യത്തെ വോളറ്റൈൽ കമ്പോണൻറ്റ് ഇവാപ്രേറ്റ് ചെയ്തു, രണ്ടാമത്തെ വോളറ്റൈൽ കമ്പോണൻറ്റും ഇവാപ്രേറ്റ് ചെയ്തു. രണ്ടിൻ്റെയും വേപ്പറിൻ്റെ ടോട്ടൽ പ്രഷർ നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മളിവിടെ ഒരു മാനോമീറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് ദാറ്റ് ഈസ് പ്രഷർ എക്സ്പെരിമെൻ്റൽ പ്രഷർ എന്ന് പറയാം. ഓക്കെ, എക്സ്പെരിമെൻ്റൽ ആണത്. എക്സ്പെരിമെൻ്റലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ പി ടോട്ടൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രഷർ ദാറ്റ് കാൽക്കുലേറ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ ആണ്. പ്രഷർ റൗൾട്ട്സ് എന്ന് പറയാം, എൽ ഉണ്ട് അവിടെ, പ്രഷർ റൗൾട്ട്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ദ കാൽക്കുലേറ്റഡ് പ്രഷർ ഫ്രം റൗൾട്ട്സ് ലോ, കാൽക്കുലേറ്റഡ് പ്രഷർ. ഇവിടെ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം, പ്രഷർ എക്സ്പെരിമെൻ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് പ്രഷർ എന്ന് പറയാം, ഒബ്സർവ്ഡ് പ്രഷർ. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറും ഇവിടെ റൗൾട്ട്സ് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറും, തിയറട്ടിക്കലി ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രഷറും, അതേപോലെ തന്നെ സൊല്യൂഷനകത്ത് എക്സ്പെരിമെൻ്റലി മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എൻ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ വി സേ ദാറ്റ് ഒബേസ് റൗൾട്ട്സ് ലോ. ഓക്കെ, ദാറ്റ് ഒബേസ് റൗൾട്ട്സ് ലോ. റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു റൗൾട്ട്സ് ലോൻ്റെ ഗ്രാഫ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ? വാട്ട് ഈസ് ദ ആൻസർ? ദ ആൻസർ ഈസ് ഇറ്റ് ഒബേസ് റൗൾട്ട്സ് ലോ. അത് നമ്മൾ വെറുതെ വേർഡ്സിൽ മാത്രം പഠിച്ചു വെച്ചാൽ എൻട്രൻസ് എക്സാമിനേഷന് ചിലപ്പം ചില ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒബേസ് റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ പ്രഷർ that is pressure calculated is equal to pressure observed pressure. അല്ലെങ്കിൽ നമുക്ക് പറയാം pressure calculated from Raoult's law is equal to pressure of the solution എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം pressure calculated is equal to pressure experimental എന്ന് പറയാം. അതല്ലെങ്കിൽ pressure theoretical is equal to pressure experimental എന്ന് പറയാം. അപ്പോൾ ഒബേസ് റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറട്ടിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റൗൾട്ട്സ് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രഷറും നമ്മൾ എക്സ്പെരിമെൻ്റലി മെഷർ ചെയ്യുന്ന പ്രഷറും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറയാം. ഇനി അതിൻ്റെ അങ്ങനെ ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്യുന്ന സമയത്ത് എൻതാൽപ്പിയിൽ ഒരു ചേഞ്ചും ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ ചേഞ്ച് ഈസ് സീറോ. ഡെൽറ്റ എച്ച് ഓൺ മിക്സിംഗ്, ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ മിക്സിംഗ് എക്സോതെർമിക്കും ആവില്ല, എൻഡോതെർമിക്കും ആവില്ല, അത് സീറോ ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവില്ല. പോസിറ്റീവും ആവില്ല, നോട്ട് പോസിറ്റീവ്, നോട്ട് നെഗറ്റീവ്. അതേപോലെ തന്നെ വോള്യത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്തുള്ള വോള്യത്തിലും ചേഞ്ച് ഇല്ല. എന്ന് വെച്ചാൽ എക്സ്പാൻഷനും ഇല്ല, കോൺട്രാക്ഷനും ഇല്ല, വോള്യം ചേഞ്ചേ ഇല്ല. അതായത്
പിന്നെ നമ്മൾ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോള്യത്തിൽ അഡീഷൻ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ വോള്യം ചേഞ്ച്. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ വി മിക്സ് ഇസ് ഇക്വൽ ടു 0. നാലാമത്തത് എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് മിക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. ഒരു സോൾവെൻറ്റ് മാത്രമായിരിക്കുന്ന ഒരു പ്യുവർ സോൾവെൻറ്റിലേക്ക് നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എൻട്രോപ്പിയിൽ എന്തായാലും ചേഞ്ച് ഉണ്ടായിരിക്കും, ഡിസോർഡർനെസ് ഉണ്ടായിരിക്കും. ഒരു സൊല്യൂഷനകത്ത് മിക്കവാറും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ഐഡിയൽ സൊല്യൂഷനകത്ത് എൻട്രോപ്പി ചേഞ്ച് 0 അല്ല. എൻട്രോപ്പി ചേഞ്ച് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ആൻഡ് വാട്ട് ദർ ആർ സം എക്സാമ്പിൾസ് ഫോർ ഐഡിയൽ സൊല്യൂഷൻ. അതിലേക്ക് നമുക്ക് പോകണം. ആൻഡ് ബിഫോർ ദാറ്റ് we are going to discuss what is a non-ideal solution. A non-ideal solution is a solution which does not obey Raoult's law. Which does not obey Raoult's law എന്ന് പറഞ്ഞാൽ എന്താ? Pressure observed is not equal to pressure observed calculated. Pressure calculated from Raoult's law pressure observed equal അല്ല. എന്ന് വെച്ചാൽ തിയറട്ടിക്കൽ പ്രഷർ ഇതിൻ്റെതാണ്. And that is not equal to the experimental pressure. Experimental pressure എന്ന് വെച്ചാൽ ഒബ്സർവ്ഡ് പ്രഷറാണ്. ഇതാണ് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്ന സമയത്ത് എൻതാൽപ്പിയിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ചേഞ്ച് 0 അല്ല. അതേപോലെ തന്നെ ഡെൽറ്റ വി മിക്സും 0 അല്ല. എന്ന് വെച്ചാൽ അവിടെ ചേഞ്ച് ഒന്നെങ്കിൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡെൽറ്റ എസ് മിക്സും 0ക്ക് ഈക്വൽ അല്ല. അപ്പോൾ ഡെൽറ്റ എസ് മിക്സ് എന്ന് പറയുന്നത് ഐഡിയലിനും നോൺ ഐഡിയലിനും ഒരുപോലെയാണ് വരുന്നത്. മനസ്സിലായോ? അങ്ങനെ രണ്ട് ടൈപ്പ് ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. വൺ ടൈപ്പ് ഈസ് സൊല്യൂഷൻസ് ദാറ്റ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂട്ടും ഒരു സോൾവെൻറ്റും മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്ത വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ് നമുക്ക് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കിട്ടുന്നത് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ. അവിടെ ഒരു വേപ്പർ പ്രഷറിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത റൗൾട്ട്സ് ലോ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിനേക്കാളും കൂടിയൊരു വേപ്പർ പ്രഷറാണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഡീവിയേഷൻ. എന്ന് വെച്ചാൽ അവിടെ പ്രഷർ ഒബ്സർവ്ഡ് is greater than pressure calculated. എന്ന് വെച്ചാൽ pressure experimental is greater than pressure calculated. Okay, അല്ലെങ്കിൽ pressure of the solution that we calculated experimentally is greater than pressure calculated from Raoult's law എന്നൊക്കെ എഴുതാം. Raoult's law. മനസ്സിലായോ? അപ്പോൾ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഹൈ ആണ്. അപ്പോൾ അവിടെ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് ഡസ് നോട്ട് ഒബേ റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് വി ആർ കാൽക്കുലേറ്റിംഗ്, ദാറ്റ് വി ആർ മെഷറിംഗ്, ദാറ്റ് വി ആർ എക്സ്പെരിമെൻ്റലി മെഷറിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് കാൽക്കുലേറ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ. രണ്ടാമത്തത് ഇവിടെ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായ ആ ഒരു ഡെൽറ്റ അതിൻ്റെ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വെച്ചാൽ പോസിറ്റീവാണ്. അതേപോലെ തന്നെ ഡെൽറ്റ വി മിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ 0, നോട്ട് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അവിടെ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായി എന്ന് വെച്ചാൽ അത് എക്സ്പാൻഡ് ചെയ്യാണ്, വോള്യത്തിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. ആൻഡ് അവിടെ എൻട്രോപ്പി കൂടാണ്. സോ ഡെൽറ്റ എസ് മിക്സ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനകത്ത് നമുക്ക് എല്ലാം പോസിറ്റീവാണ്, എല്ലാ കാര്യങ്ങളും എല്ലാ വാല്യൂസും പോസിറ്റീവാണ്. അതേപോലെ തന്നെ വേപ്പർ പ്രഷർ നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇവിടെ ഗ്രീൻ ലൈൻ കാണിച്ചിരിക്കുന്നത് ഐഡിയൽ സൊല്യൂഷനാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ആർ എക്സ്പെക്ടിങ് ഫ്രം റൗൾട്ട്സ് ലോ. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണ് P1, കൂടുതലാണ് P2, അതുകൊണ്ട് തന്നെ P ടോട്ടലും കൂടുതലാണ്. ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇതുപോലെ തന്നെ അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷന് എക്സാമ്പിളാണ് അസറ്റോൺ പ്ലസ് എത്തനോൾ, അസറ്റോൺ പ്ലസ് കാർബൺ ഡൈസൾഫൈഡ്. എക്സാമ്പിൾസ് ബൈ ഹാർട്ട് പഠിക്കണം. വാട്ടർ പ്ലസ് മെത്തനോൾ, വാട്ടർ പ്ലസ് എത്തനോൾ, കാർബൺ ടെട്രാക്ലോറൈഡ് പ്ലസ് ടൊലുവീൻ, CCl4 പ്ലസ് ക്ലോറോഫോം, അസറ്റോൺ പ്ലസ് ബെൻസീൻ, ക്ലോറോഫോം പ്ലസ് മെത്തനോൾ, സൈക്ലോഹെക്സൈൻ പ്ലസ് എത്തനോൾ. ഇതെല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. നേരെ തിരിച്ച് പോസിറ്റീവ് ഡീവിയേഷനിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം നേരെ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ആദ്യ ഗ്രാഫിലേക്ക് നോക്ക്. ഈ ഗ്രീൻ ലൈൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണ്, പക്ഷേ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവാണ് വേപ്പർ പ്രഷർ. എന്ന് വെച്ചാൽ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ, വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് കാൽക്കുലേറ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ. എന്ന് വെച്ചാൽ P എക്സ്പെരിമെൻ്റൽ ഈസ് ലെസ് ദാൻ എന്തിനേക്കാളും
തിയററ്റിക്കൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. ആ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് നെഗറ്റീവ് എക്സോതെർമിക് ആണ്. അതേപോലെ തന്നെ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും വേപ്പേഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ വേപ്പേഴ്സ് ഉണ്ടാവാതെ ലിക്വിഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വോള്യത്തിൻ്റെ മിക്സിങ്ങിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്, നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് വേപ്പേഴ്സ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തപ്പോൾ അത്രയും വേപ്പേഴ്സ് ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഡെൽറ്റ എസ് മിക്സ് എൻട്രോപ്പിയും ഡിക്രീസ് ചെയ്യാണ്, നെഗറ്റീവാണ്. Okay, and this is solution showing negative deviation, and these are the examples of solutions showing negative deviation. That is, first one is acetone plus aniline. Acetone avadiyundu, acetone plus chloroform, acetic acid plus methanol, acetic acid plus water, chloroform plus ether, water plus HCl, and acetic acid plus pyridine, chloroform plus benzene, അതേപോലെ തന്നെ water plus HNO3 ആസിഡുകൾ HNO3, ഇതെല്ലാം നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സിൽ, ഫിസിക്കൽ ക്യാരക്ടേഴ്സിൽ, കെമിക്കൽ ബിഹേവിയറിലെല്ലാം ഡിഫറൻസ് ഉള്ള ആളുകളാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. അത് പോസിറ്റീവ് ഡീവിയേഷൻ ആവാം, നെഗറ്റീവ് ഡീവിയേഷൻ ആവാം. എന്നാൽ ഒരേ കെമിക്കൽ ബിഹേവിയർ, ഓൾമോസ്റ്റ് ഒരേ മോളിക്കുലർ വെയിറ്റ്, പൊളാരിറ്റി ഓൾമോസ്റ്റ് സെയിം, ഇങ്ങനെയുള്ള ആളുകളാണ് ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ടാക്കുന്നത്. ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഐഡിയൽ സൊല്യൂഷൻസിന് ഒരു എക്സാമ്പിളാണ് ഫസ്റ്റ് വൺ, that is benzene എടുക്കുക ആൻഡ് പ്ലസ് ടൊളുവിൻ. ബെൻസീൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് C6H6 ആണ് ബെൻസീൻ. ടൊളുവിൻ എന്ന് വെച്ചാൽ അതിലൊരു CH2 കൂടെ, ഒരു എച്ചിന് പകരം ഒരു CH3 വരും. അപ്പോൾ CH2ൻ്റെ ഡിഫറൻസ് ഓൾമോസ്റ്റ് ഒരേ കെമിക്കൽ ബിഹേവിയർ ആണ്. അതേപോലെ തന്നെ ക്ലോറോ ഈതെയിൻ പ്ലസ് ബ്രോമോ ഈതെയിൻ, ഒന്ന് ക്ലോറിൻ ഒന്ന് ബ്രോമിൻ, അടുത്തടുത്തുള്ള ഹാലജൻസ് ആണ്. അപ്പോൾ അവരുടെ കെമിക്കൽ ബിഹേവിയർ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് വരും. അതേപോലെ തന്നെ ക്ലോറോ ബെൻസീൻ പ്ലസ് ബ്രോമോ ബെൻസീൻ, ഇതെല്ലാം നിയർലി ഐഡിയൽ ആണ്. പെർഫെക്റ്റ്ലി ഐഡിയൽ 100% ഐഡിയൽ ഇല്ല. അപ്പോൾ നിയർലി ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ N-ഹെക്സൈൻ, അല്ലെങ്കിൽ വെറും ഹെക്സൈൻ എന്ന് എഴുതിയാലും മതി, അതൊരു ലിക്വിഡാണ്. N-ഹെപ്റ്റെയിൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ഹെപ്റ്റെയിനെയാണ് N-ഹെപ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സൈൻ്റെയും ഹെപ്റ്റെയിൻ്റെയും N-ഹെക്സൈൻ്റെയും N-ഹെപ്റ്റെയിൻ്റെയും സൊല്യൂഷൻസും ഇതെല്ലാം എന്താണ്? ദീസ് ഓൾ ആർ ബിഹേവിങ് ഐഡിയലി. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുമുള്ള സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ബെൻസിൻ പ്ലസ് ടൊളുവിൻ, സെക്കൻഡ് വൺ ഈസ് ക്ലോറോ ഈതെയിൻ പ്ലസ് ബ്രോമോ ഈതെയിൻ, തേർഡ് വൺ ഈസ് ക്ലോറോ ബെൻസിൻ പ്ലസ് ബ്രോമോ ഈതെയിൻ എന്നാണ് എഴുതിയത്, ബ്രോമോ benzene, okay, that is bromobenzene, and the fourth one is N-hexane and N-heptane, okay, and that's about ideal and non-ideal solutions. And the next term, a very important term, is azeotrope. നിങ്ങൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ദിസ് ഈസ് ദ പിക്ചർ, ദിസ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡിസ്റ്റിലേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഇവിടെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉണ്ട്. ആ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ലിക്വിഡ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ethanol C2H5OH ethanol and you are taking water H2O, വാട്ടറും എത്തനോളും കൊടുത്തിട്ടുണ്ട്. എത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 78 ഡിഗ്രി സെൽഷ്യസും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആദ്യം ബോയിൽ ചെയ്യുക എത്തനോളാണ്. ആ എത്തനോൾ ഇവിടെ നിന്നും കണ്ടൻസർ വഴി തണുത്തിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്യും. അതിനാണ് ഡിസ്റ്റിലേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാണ് സാധാരണ ചെയ്യുക. എന്നാൽ ഇത് ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷൻ, 95% എത്തനോൾ ആണ് അതിലുള്ളതെന്ന് വിചാരിക്കുക. 95% എത്തനോൾ, അതേപോലെ തന്നെ 5% വാട്ടറും ഉള്ള ഒരു മിക്സ്ചർ. ഇത് എടുക്കുന്നത് വോള്യം ബൈ വോള്യം മിക്സ്ചറാണ്. അതായത് വോള്യം പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 95% വോള്യം ബൈ വോള്യം എത്തനോളും 5% വോള്യം ബൈ വോള്യം വാട്ടറുമുള്ള മിക്സ്ചറാണ് എങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കമ്പോസിഷനിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവരെ ഒരിക്കലും ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻറ്റ്, രണ്ടുപേരും ഒരുമിച്ച് ബോയിൽ ചെയ്യുക, കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? അസിയോട്രോപ്സ് എന്ന് പറയാം. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ കോൾഡ് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് മിക്സ്ചർ. ഇറ്റ് ഈസ് എ ബൈനറി സൊല്യൂഷൻ. രണ്ട് കമ്പോണൻ്റ് ഉണ്ട് വിച്ച് ഹാവ് ദ സെയിം കമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ്. ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ വേപ്പേഴ്സ് ആയിട്ട് വരും. ആ വേപ്പേഴ്സാണ് നമ്മളിവിടെ കളക്ട് ചെയ്യുന്നത് ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് ഇൻ വേപ്പർ ഫേസ്. ആൻഡ് ദർ ആർ 2 types ഓഫ് അസിയോട്രോപ്സ്. 2 ടൈപ്പ് അസിയോട്രോപ്സ് ഉണ്ട്.
ആ അസിയോട്രോപ്സിൻ്റെ ടൈപ്സ് പറയുന്നതിന് മുമ്പായിട്ട് യു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഡെഫിനിഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ്. ഒരു ബീക്കറിനകത്ത് ഞാൻ വാട്ടർ എടുത്തിട്ടുണ്ട്. പുറത്ത് 1 ബാർ പ്രഷർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേപ്പേഴ്സ് ഉണ്ടാവും, വേപ്പേഴ്സ് ഫോം ചെയ്യും. ആ വേപ്പേഴ്സ് ഒരു വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യും. ആ വേപ്പർ പ്രഷർ എപ്പോഴാണോ 1 ബാർ ആയിട്ട് മാറുന്നത്, 1 ബാർ പ്രഷറായിട്ട് മാറുന്നത്, അപ്പോഴാണ് അത് ബോയിൽ ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അകത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ഈക്വൽ ആയിട്ട് അവർ ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന അതിനാവശ്യമായ ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ഒരു സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണ് എങ്കിൽ അതിനകത്തുള്ള ആ സൊല്യൂഷനകത്തുള്ള കോമ്പോണൻസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഇവാപ്പറേറ്റ് ചെയ്യും, കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടാവും. അതാണല്ലോ പോസിറ്റീവ് ഡീവിയേഷൻ. പ്രഷർ ഈസ് ഹയർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ആണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ടായി അവരിങ്ങനെ നിൽക്കുകയാണ്. പുറത്തെ പ്രഷർ 1 ബാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറിയ രീതിയിൽ ഹീറ്റ് ചെയ്താൽ മതി. കാരണം ഇവിടെ ഓൾറെഡി കുറച്ച് വേപ്പർ പ്രഷർ ഉണ്ട്. അപ്പോൾ ആ വേപ്പർ പ്രഷർ ഇതിനെ ഈക്വൽ ആക്കാൻ നമ്മൾ ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ മതി എന്ന് വെച്ചാൽ അതിനാവശ്യമായ ബോയിലിംഗ് പോയിന്റ് വളരെ വളരെ കുറവാണ്, അല്ലേ? ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് മിനിമമാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് അസിയോട്രോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അതേപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ ആണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും വേപ്പേഴ്സ് ഉണ്ടാവുന്നില്ല, കുറച്ച് വേപ്പേഴ്സേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പുറത്ത് 1 ബാർ പ്രഷർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് ഇവിടെ വേപ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടിയേ പറ്റൂ. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം. ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഹൈ ആകുമ്പോൾ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ് ആൻഡ് ദിസ് ഈസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അപ്പോൾ അവരെ പറയാം നമ്മൾ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആരാണ് ഉണ്ടാക്കുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ടാക്കുന്നത് ദ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിച്ച് ഷോയിങ് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ. Okay, minimum boiling azeotrope, this azeotrope is formed by solution showing large positive deviation. Maximum boiling azeotrope is formed by solution showing large negative deviation. Okay, അപ്പോൾ ഒരു മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ ആണ് 68% HNO3 32% വാട്ടർ. അത് മാസ് ബൈ മാസ് ആണ് ആ പെർസെൻറ്റേജ്. ആ മാസ് ബൈ മാസ് പെർസെൻറ്റേജിൽ അവർ അസിയോട്രോപ്പാണ്. അവരെ നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്തി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആരൊക്കെ ലിക്വിഡ് ഫേസിലുണ്ടോ അവരൊക്കെ വേപ്പർ ഫേസിലേക്കും വരും. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ 95% എത്തനോളും 5% വാട്ടറും വോള്യം ബൈ വോള്യം. അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് ചോദിച്ചിട്ട് 68% HNO3 32% H2O ബ്രാക്കറ്റിനകത്ത് W/W മാസ് പെർസെൻറ്റേജ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, V/V ആയിട്ടും കൊടുത്തിട്ടുണ്ട്, W/V ആയിട്ടും കൊടുത്തിട്ടുണ്ട്, ഓൾ ഓഫ് ദിസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ആൻസർ ഈസ് W/W. ആൻഡ് ഫോർ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ദ മിക്സ്ചർ ഓഫ് എഥനോൾ ആൻഡ് വാട്ടർ അറ്റ് എ റേഷ്യോ 95% ഈസ് ടു 5%. ദാറ്റ് ഈസ് വോള്യം ബൈ വോള്യം റേഷ്യോ ആണ്. ഓക്കെ, വോള്യം ബൈ വോള്യം പെർസെൻ്റ് ആണ്. അത്രയും മനസ്സിലാക്കിയത് W/W, ഇത് V/V. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് അസിയോട്രോപ്പ്. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അബ്നോർമൽ മോളാർ മാസ് ആൻഡ് വാൻ ഹോഫ് ഫാക്ടർ. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.